എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 36 ശ്ലോകം 23, 24, 25, 26, 27 5 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. കംസൻ നാരദ മഹർഷി പറയണ കേട്ട് പേടിച്ച് ഇനി ഇവരെ കൊന്നിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ചിട്ട് കൂടുതൽ ഭയത്തോടും സംഭ്രമത്തോടും കൂടിയിട്ട് ഇത് കേട്ടപ്പോ തന്നെ ദേവകി വസുദേവരെ വീണ്ടും ജയിലിലടച്ചു, ചങ്ങലക്കിട്ടു. എന്നിട്ട് കേശിയെ പറഞ്ഞയച്ചു. പിന്നെ ചാണൂരൻ, മുഷ്ടികൻ എന്ന പേരായിട്ടുള്ള ഭയങ്കര മല്ലന്മാരോട് പറയാണ്, ഹേ വീരനായ ചാണൂര, മുഷ്ടിക, നിങ്ങൾ രണ്ടുപേരും ഞാൻ പറയണ സംഗതി ശ്രദ്ധിച്ചു കേൾക്കണം. വസുദേവന്റെ 2 പുത്രന്മാര് നന്ദഗോകുലത്തിൽ വസിക്കുന്നുണ്ട്. നാരദ മഹർഷി ഇവിടെ വന്ന് എന്നോട് പറഞ്ഞു, രാമനെന്നും കൃഷ്ണനെന്നും ആണ് അവർക്ക് പേര്. അവരാണ് എന്നെ കൊല്ലാൻ പോണെന്ന്. എനിക്ക് മരണം അവരിൽ നിന്നാണ് ഉണ്ടാവാൻ പോകുന്നത് എന്ന് നാരദ മഹർഷി എന്നോട് പറഞ്ഞു. നിങ്ങൾ കേട്ടോ? ഭവദ്ഭ്യാമിഹ സംപ്രാപ്തൗ ഹന്യേതാം മല്ലലീലയാ മഞ്ജാക്രിയന്താം വിവിധ മല്ലരംഗപരിശ്രിതാഃ പൗരാ ജാനപദാ സർവേ പശ്യന്തു സ്വൈരസംയുഗം. ഭവദ്ഭ്യാമിഹ സംപ്രാപ്തൗ ഹന്യേതാം മല്ലലീലയാ മഞ്ജാക്രിയന്താം വിവിധ മല്ലരംഗപരിശ്രിതാഃ പൗരാ ജാനപദാ സർവേ പശ്യന്തു സ്വൈരസംയുഗം. അവര് രണ്ടുപേരും ഇവിടെ വരും. അവരെ ഇവിടേക്ക് കൊണ്ടുവരാൻ പോവാ. ഇവിടെ വന്നിട്ട് അവരെ കൊല്ലണം. നിങ്ങൾ അവരോട് മുഷ്ടിയുദ്ധം ചെയ്ത് അവരെ സംഹരിക്കണം. മല്ലന്മാരായ നിങ്ങളുടെ മുഷ്ടി വൈഭവത്തെ പ്രദർശിപ്പിക്കാനുള്ള രംഗസ്ഥലം ഇതാണ്. ഈ സ്ഥലത്തിന്റെ 4 ഭാഗത്തും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും വസിക്കുന്ന നിവാസികൾക്കൊക്കെ കളി കണ്ട് രസിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ബഹുവിധ മഞ്ചങ്ങൾ ഇപ്പൊ തന്നെ ഉണ്ടാക്കട്ടെ. അവരെല്ലാവരും ഇവിടെ വന്നിരുന്ന് നിങ്ങൾ തമ്മിൽ ചെയ്യുന്ന ഈ മുഷ്ടിയുദ്ധം കണ്ട് രസിക്കട്ടെ. ദുഷ്ടനായിട്ടുള്ള തന്നെ ഭഗവാൻ വധിക്കണത് എല്ലാവർക്കും, ബഹുജനങ്ങൾക്ക് മുഴുവൻ കാണാനുള്ള അവസരം കംസൻ തന്നെ നൽകുക അല്ലേ? എന്താ ഭഗവാന്റെ ഒരു ലീല! തന്റെ അന്തകനെ താൻ തന്നെ അരികത്തേക്ക് വിളിച്ചു വരുത്തണം. എങ്ങനെയൊക്കെയാണ് ഭഗവാൻ ഈ അവതാരത്തിൽ കളിക്കണത് എന്ന് ആർക്കറിയാൻ കഴിയുക? നിത്യജ്ഞാന ആനന്ദ സ്വരൂപത്തെ പരമഹംസന്മാരാർക്കെങ്കിലും അറിയാൻ സാധിക്കും? അവതാര നാനാവിധ ലീലാവിലാസങ്ങളെ ആർക്കും അറിയാൻ കഴിയില്ല. എങ്ങനെയൊക്കെയാ ഭഗവാൻ ഇതൊക്കെ അറേഞ്ച് ചെയ്യണത്? പിന്നെ ആനക്കാരനെ വിളിച്ചു പറയണു, മഹാമാത്ര ത്വയാ ഭദ്ര രംഗദ്വാരുപനീയതാം ദിവകുബലയാ വീടു ജഹിതേന മമാഹിതൗ. വ്രജത്തില് കളിച്ചുകൊണ്ടിരിക്കണ രാമകൃഷ്ണന്മാരെ കൊല്ലാനായിട്ട് കേശി എന്ന ദാനവന് ആസുരനെ പറഞ്ഞയച്ചു. ഇനിയിപ്പൊ അവന് കൊല്ലാൻ സാധിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ചാണൂരൻ, മുഷ്ടികൻ മുതലായിട്ടുള്ള ഗുസ്തിക്കാരെ ഏൽപ്പിച്ചത് കംസൻ. അവർക്കും സാധിച്ചില്ലെങ്കിലോ എന്നൊരു ശങ്ക. അത്രയും ഭയം വന്നിട്ടേ കംസന് വേറൊരു ഉപായം ആലോചിച്ചത്. ആനക്കാരനോട് പറയാം, ഹേ സമർത്ഥനായ ആനക്കാര, നമ്മുടെ ആ കുവലയാപീഠം എന്നുപേരായ ആനയെ നീ മല്ലരംഗത്തിന്റെ ആ പ്രവേശന ദ്വാരത്തിൽ നിർത്തണം. എന്റെ ശത്രുക്കളായ ആ രാമകൃഷ്ണന്മാര് അവിടെ എത്തുമ്പോ ആ ആനയെ കൊണ്ട് നീ അവരെ രണ്ടുപേരെയും കൊല്ലിക്കണം. അത് ഭയങ്കരനായിട്ടുള്ള മതിച്ചു നിൽക്കണ എല്ലാവരും കൊലയാനയാണ് ഈ കുവലയാപീഠെ. കുവലയം എന്ന് പറഞ്ഞാൽ ഭൂമണ്ഡലം, ആ പീഠം എന്ന് പറഞ്ഞാൽ അലങ്കാരം. ഭൂലോകത്തില് ഇതുപോലെ വേറൊരു ഗജം ഇല്ല. അതുകൊണ്ടാണ് ഇത് ഭൂമിക്ക് അലങ്കാരമായിരിക്കുന്നത് കൊണ്ട് കുവലയാപീഠം എന്ന പേര്. അങ്ങനെയാണ് അതിന് അന്വർത്ഥമായിട്ടുള്ള ആ പേര് കൊടുത്തത്. അത്ര ഭീകരനാണ്. ഒരാൾക്കും തളയ്ക്കാൻ പറ്റില്ല ആ കൊലയാപീഠത്തിന്. ഇതുപോലെ വേറൊരു ആനയില്ല അത്ര കൊലയാന. അപ്പൊ ആ ഗജത്തിന് എന്തായാലും ഈ കുട്ടികളെ കൊല്ലാൻ സാധിക്കാതെ വരില്ല എന്നാണ് കംസൻ വിചാരിച്ചത്. പക്ഷെ മാന്യന്മാര് ഗൃഹത്തിലേക്ക് വരുമ്പോ ആനയെ എങ്ങനെ എഴുന്നള്ളിച്ച് നിർത്തുക അല്ലെ, അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്? അത് യോഗ്യമായിട്ടുള്ള സൽക്കാരാണല്ലോ. അങ്ങനെ ഒരു വ്യാജം. അങ്ങനെ രംഗദ്വാരത്തിലേക്ക് വരുന്ന രാമകൃഷ്ണന്മാരെ ആദരിക്കാൻ എന്ന വ്യാജത്താൽ ആ കുവലയാപീഠത്തെ അവിടെ നിർത്തി
കൗശലത്താല് അവരെ കൊല്ലിക്കണം എന്ന ആ കപട ബുദ്ധിയാണ് കംസന്. അതാണ് ആനക്കാരനോട് പറഞ്ഞത്, നീ അവരെ കൊല്ലിക്കണം. നമുക്ക് എഴുന്നള്ളിച്ച് നിർത്താനെന്നുള്ള നിരത്തിൽ ഇതിനെ നല്ലോണം അലങ്കരിച്ച് അവിടെ നിർത്താം. രണ്ടെണ്ണങ്ങൾ അടുത്തെത്തുമ്പോ നീ ശരിയാക്കി കൊള്ളണവരെ എന്ന് കംസൻ ആനക്കാരനെ ഉപദേശിച്ചു. ആരഭ്യതാം ധനുർയാഗ ചതുർദശ്യാം യഥാവിധി വിശസന്തു പശൂന്മേധ്യാൻ ഭൂതരാജായ മീഢുഷേ. അപ്പോ അങ്ങനെ രാമകൃഷ്ണന്മാരെ വ്രജത്തിൽ നിന്ന് മധുരാപട്ടണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള ഒരു ഉപായമായിട്ട് ചതുർദശി ദിവസം ശിവതന്ത്രോക്ത പ്രകാരമുള്ള ഒരു ധനുർയാഗം എന്ന മഹോത്സവം മധുരാപട്ടണത്തിലുള്ള മഹാക്ഷേത്രത്തിൽ ആരാധിക്കുന്ന രുദ്രനെ പ്രീതിപ്പെടുത്താനായിട്ട് ആരംഭിക്കണം. അങ്ങനെ ഒരു ധനുർയാഗം മഹാദേവനെ പ്രീതിപ്പെടുത്താൻ. ഭൂതഗണങ്ങളാകുന്ന അകമ്പടിക്കാരോടുകൂടിയ പരമേശ്വരനും ഭൂതഗണങ്ങളും സന്തോഷിച്ച് അഭിഷ്ടത്തെ നൽകാനായി യാഗത്തിലെ പരിശുദ്ധങ്ങളായ പശുക്കളെ ഹിംസിക്കുകയും വേണം. തന്റെ ശത്രു മഹാവിഷ്ണു ആണെന്ന് നാരദൻ അറിഞ്ഞൂല കംസൻ. അപ്പൊ വിഷ്ണുവിനെ ജയിക്കാനായിട്ട് വിഷ്ണു പ്രതിപക്ഷഭൂതനായ വേറൊരു ഈശ്വരനെ ആരാധിക്കണം, ഒരു പ്രബലനെ. അങ്ങനെയുള്ള ദേവൻ രുദ്രനാണെന്ന് കംസൻ തീരുമാനിച്ചു. അപ്പൊ ഈ ശിവപ്രീതികരങ്ങളായ ബഹുവിധ യാഗങ്ങളുള്ളതില് യുദ്ധത്തില് ജയം ആഗ്രഹിക്കുന്നവരെ ആരാധിക്കേണ്ടതായ ക്രമം ശിവതന്ത്രം എന്ന ഗ്രന്ഥത്തില് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു ധനുസ്സിൽ ശിവനെ ആവാഹിച്ച് മന്ത്രതന്ത്രങ്ങൾ കൊണ്ട് പൂജിക്കണം. അതാണ് ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കംസൻ ധനുർയാഗം നടത്താനായിട്ട് തീരുമാനിച്ചത്. അപ്പൊ ശിവന് ഇഷ്ടപ്പെട്ട മഹാദേവനെ പൂജിക്കാനുള്ളതാണല്ലോ. അപ്പൊ ശിവപ്രീതികരമായിട്ടുള്ള തിഥി ചതുർദശിയാണ്. അതിലും വിശേഷിച്ച് മാഘ ചതുർദശി, അതായത് കുംഭമാസത്തിലെ ശിവരാത്രി ദിവസം ഈ ധനുർയാഗ മഹോത്സവം നടത്തണമെന്ന് കംസൻ തീരുമാനിച്ചു. അങ്ങനെ വിഷ്ണു ഭക്തന്മാരിൽ ഉത്തമനായ മഹാദേവന് തന്നെ വിഷ്ണു പ്രതിപക്ഷ ദേവനെന്നും നിശ്ചയിച്ചു. അതറിയില്ലല്ലോ വിഷ്ണു ഭക്തനാണെന്ന് കംസന്. അങ്ങനെ ഈശ്വരൻ പ്രതികൂലമായാൽ അവന്റെ സർവ്വ വിചാരങ്ങളും അവന് തന്നെ അഹിതമായിട്ട് വരുള്ളൂ എന്ന് നമുക്ക് ഇതുകൊണ്ട് പ്രത്യക്ഷമായിട്ട് മനസ്സിലാവും. മല്ലയുദ്ധക്കാരോട് പറഞ്ഞു, ഇവരോട് പറഞ്ഞു, ചതുർദശി ദിവസം ധനുർയാഗം നടത്താനായിട്ടൊക്കെ തീരുമാനിച്ചു. ഇങ്ങനെ മധുരാപട്ടണത്തില് ഗംഭീരമായിട്ടുള്ള ആഘോഷത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുകയാണ്. ഇത്യാജ്ഞാപ്യാർത്ഥതന്ത്രജ്ഞ ആഹൂയ യദുപുംഗവം ഗൃഹീത്വാ പാണിനാ പാണിം തതോക്രൂരമുവാചഃ. അങ്ങനെ മധുരാപട്ടണത്തില് ചെയ്യേണ്ട സംഗതികളൊക്കെ വേണ്ട പോലെ ആവണമെന്ന് മന്ത്രിമാർക്കൊക്കെ കൽപ്പന കൊടുത്തിട്ട് രജത്തിൽ ചെന്ന് രാമകൃഷ്ണന്മാരെ ഉപായത്തിൽ കൂട്ടിക്കൊണ്ടുവരാൻ ആരെയാ? നാരദ മഹർഷി പറഞ്ഞിട്ടുണ്ടല്ലോ, യദുക്കളുടെ സംഘത്തിലെ അതിശ്രേഷ്ഠനാണ് അക്രൂരൻ. ആ അക്രൂരനെ പറഞ്ഞു വെച്ചാൽ അവർക്കൊരു വിശ്വാസവും. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇവിടുന്ന് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമോ? രാമകൃഷ്ണന്മാരെ പറഞ്ഞു വയ്ക്കുമോ? അവരാരും വരില്ല. പക്ഷെ അക്രൂരൻ അവരുടെ ബന്ധുവാണ്. അപ്പൊ അതുകൊണ്ട് അക്രൂരനെ തന്നെ പറഞ്ഞു വയ്ക്കാം എന്ന് വിചാരിച്ചു. അക്രൂരൻ ശരിക്കും കംസന് അത്ര ഇഷ്ടമല്ലാത്ത ആളാണ്, പക്ഷെ കാര്യം നേടണ്ടേ. യദുക്കളുടെ സംഘത്തിലെ അതിശ്രേഷ്ഠനായിരിക്കുന്ന അക്രൂരനെ വിളിച്ചു വരുത്തി നല്ല സ്നേഹമുണ്ടെന്നുള്ള മട്ടില് അക്രൂരന്റെ കൈയൊക്കെ പിടിച്ച് സൽക്കരിച്ചു. പരമ സന്തോഷത്തോടു കൂടിയിട്ട് പറയാം, അർത്ഥതന്ത്രജ്ഞനാണ്. വളരെ സന്തോഷത്തോടു കൂടി അക്രൂരന്റെ കൈ പിടിച്ചിട്ട് കംസൻ പറയണു, അവിടെ പോയിട്ട് കുട്ടികളെ കൂട്ടിക്കൊണ്ടുവരണം എന്നൊക്കെ അക്രൂരനോട് പറയണത്. ഓ ഭോദാനപദേ മഹ്യം ക്രിയതാം മൈത്രമാതൃത നാന്യസ്ത്വത്തോ ഹിതതമോ വിദ്യതേ ഭോജവൃഷ്ണിഷു. കംസൻ അക്രൂരനോട് പറയാണ്, ഹേ അക്രൂര, പലർക്കും പലവിധ ദാനങ്ങൾ ചെയ്യുന്ന മഹാന്മാരിൽ വെച്ച് ശ്രേഷ്ഠനായ അങ്ങ് എനിക്കൊരു ഉപകാരം ചെയ്യണം. ഭോജന്മാരിലും ഋഷിണികളിലും വെച്ച് അങ്ങേ പോലെ എന്റെ ഹിതത്തെ ആലോചിക്കുന്നവനും എന്റെ നേർക്ക് ഇത്ര ബഹുമാനമുള്ളവനുമായിട്ട് വേറെ ആരും ഇല്ല എന്ന് എനിക്കറിയാം. അക്രൂരന് അന്തം വിട്ട് നിൽക്കുക, എന്താണ് ഈ കംസൻ പറയണത്? ഇത്ര സൗഹൃദമായിട്ട് ഇതേവരെ അക്രൂരനോട് സംസാരിച്ചിട്ടില്ല കംസൻ. എന്താണാവോ എന്ന് വിചാരിച്ചു നിൽക്കണു. അപ്പോഴാണ് രാമകൃഷ്ണന്മാരെ മധുരയിൽ ഗോകുലത്തിൽ പോയിട്ട് കൂട്ടിക്കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് നാളെ കേൾക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ
ഗോവിന്ദ.